പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചിക്കനും പത്തിരിയാണ്. നാടൻ പത്തിരി, വാഴയിലയിൽ പരത്തിയ പത്തിരിയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ കറീൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വെള്ളുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 സവാള അരിഞ്ഞതാണ്. ചെറിയ ഉള്ളി മിക്സിയിലിട്ട് അടിക്കുകയാണ്. വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേറെയും മിക്സിയിലിട്ട് അടിക്കുകയാണ്. നല്ലോണം അരയുന്നില്ല, ചെറുതായിട്ട് അരിയുക. എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതിടുകയാണ്. മിക്സിയിൽ ചതച്ചതാണ്. ചെറിയ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ഇടണേ. സവാള കണ്ടോ നല്ലോണം വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളിയും കൂടെ ചതച്ചിടണേ. ഇത് വഴറ്റിയിട്ട് ഇതിൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുക. 2 ടീസ്പൂണാണേ. ഇത് നല്ലോണം അത്യാവശ്യം എരിവൊക്കെ ഉള്ള ഇറച്ചിക്കറിയാണ്. ചോറിനും കൂട്ടാൻ പറ്റും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. രണ്ട് ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടേ. ഗരം മസാലേൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ. മസാല നല്ലോണം മൂപ്പിക്കുക. മസാല നല്ലോണം മൂത്തിട്ടുണ്ട്. ഈ മൂത്ത മസാലയിലേക്ക് ഇറച്ചി കഷ്ണങ്ങളിടാണ്. നല്ലോണം ഇളക്കുക. ചിക്കൻ ചൂടാവുന്നത് വരെ ഇളക്കണേ. ചിക്കൻ ചൂടായിട്ട് ഇതിൻ്റെ ഈ റോസ് കളറ് മാറും, ഒരു വൈറ്റ് കളറാവും. ഇതാ കണ്ടോ, ചിക്കൻ വൈറ്റ് കളറായിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ഉപ്പിടുക. ഇതിൽ ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിൽ നമ്മൾ 3 തക്കാളി മുറിച്ച് വെച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇത്
ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇറച്ചിക്കറിയാണേ. ഇതിൽ ആർഭാടങ്ങളൊന്നുമില്ല. ചെറിയ ഉള്ളി അരച്ച് ചേർത്തത് കൊണ്ടേ നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പില ഇടുക, എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. ഈ ചിക്കൻ കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. കുരുമുളക് ഇടേണ്ട ആവശ്യമില്ല. പച്ചമുളകും മുളക് പൊടി ഉള്ളത് കൊണ്ട് നല്ല എരിവുണ്ട്. അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.